20 മണ്ഡലങ്ങളും പൂർത്തിയാക്കി വോട്ട് ഓൺ വീൽസ് തിരുവനന്തപുരത്തേക്ക്. 20ാമത്തെ മണ്ഡലമാണ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇനി തിരുവനന്തപുരത്തിന്റെ വോട്ട് വിശേഷങ്ങളാണ് വോട്ട് ഓൺ വീൽസിന്റെ അവസാന എപ്പിസോഡിൽ. ഓക്കെ, പോകാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ കിരീടം പാലമാണ്. നമ്മുടെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി സേതുമാധവൻ മോഹൻലാൽ നടന്നുപോയ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതെ, ഒന്ന് പാടി പോണോ? വേണോ? വേണ്ട. അപ്പോൾ ഈ കിരീടം പാലം തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിലാണ്, വെള്ളായണിയിലാണ്. ഇത് ഇന്ന് ഇവിടെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് പേര്, പിന്നെ ഒരുപാട് വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം അല്ലേ? അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തെ യാത്ര തുടങ്ങിയാലോ? ഇവിടെ നിന്ന് തുടങ്ങാം. കിരീടം പാലത്തിൽ നിന്ന് തുടങ്ങാം. ഒരു ഐക്കണായി എന്താണ് നേമത്തുള്ളവർക്ക്. അതെ, വേറെ കാര്യം കൂടി ഉണ്ട്. നേമത്താണ് പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ അക്കൗണ്ട് ഞാൻ പൂട്ടിക്കുന്നു. അക്കൗണ്ട് ഇവിടെയാണ്. അതെ, ഇപ്പൊ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആരും രണ്ടാമതെത്തില്ല. രണ്ടാം സ്ഥാനത്ത് അവരെന്തായാലും എത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം. പോകാൻ പറ്റട്ടെ. പാലം കാണാൻ രാവിലെ കാണാമെന്നാണ്. സിനിമാ കാഴ്ചകളിൽ നിന്ന് രാഷ്ട്രീയ കാഴ്ചകളിലേക്ക്. ചേട്ടാ നമസ്കാരം. തിരക്കാണോ? രാവിലെ തന്നെ ഫോണിലൊക്കെ കുത്തി കളിയാണല്ലോ. ആവശ്യത്തിന് വിളിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരാറുണ്ടോ? മിക്കവാറും വരാറുണ്ട്. രാവിലെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമല്ലേ? നടക്കാനൊക്കെ. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ? രാവിലെയാണ് രാവിലെയാണല്ലോ കൂടുതലല്ലേ? ഫാമിലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം. നടക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാ. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് പൊതുവേ? തിരുവനന്തപുരത്ത് ഒരു നമുക്കിപ്പോ പന്നിയൻ രവീന്ദ്രൻ ജയിക്കണമെന്ന് ഒരു ഇതുണ്ട്, മനസ്സിലുണ്ട്. പന്നിയൻ രവീന്ദ്രൻ ചേട്ടൻ ജയിക്കും കേട്ടോ. നമ്മളെ ഇടതുപക്ഷം പാർലമെന്റ് 20 എംപിമാരും അവിടെ ചെല്ലണം. നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ എംപിമാർ ചെല്ലണം. പൊയ്യാതെ നമ്മളെ കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയുള്ളൂ. പന്നിയൻ രവീന്ദ്രൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ പാവപ്പെട്ട മനുഷ്യനെ ജയിപ്പിച്ച് നമ്മളെപ്പോലത്തെ സാധാരണക്കാരന് ഒരു ഉപകാരം ആവും പന്നിയനെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിടപ്പഴി. ശശി തരൂർ എങ്ങനെയുണ്ട് ആള്? ശശി തരൂർ ആദ്യത്തെ ഒരു 5 കൊല്ലം ഇവിടെ MP ആയിട്ട് വന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതിൽ പിന്നെ അതിലിപ്പം വിശ്വപൗരൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. വിശ്വപൗരൻ കാണാം, അത് ആൾക്ക് അറിയാം. വിശ്വപൗരൻ എല്ലാവരും വലിയ പൈസകളൊക്കെ വരി ഇറക്കുമല്ലേ. വലിയ കോടീശ്വരന്മാരാണല്ലോ സാധാരണ. രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും നമ്മുടെ ശശി തരൂർ ആണെങ്കിലും കോടികളുടെ ആസ്തിയുള്ളവരാ. എന്നാലും ഇവിടെ പന്തിൻ ജയിക്കണം. ജയിക്കാനാണ് സാധ്യത. പക്ഷേ ശശി തരൂർ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇവിടെ നിറഞ്ഞേക്കുന്ന MP അല്ലേ? MP ഒക്കെ തന്നെ. ഇവിടെ എന്തോ ചെയ്തു? വലിയ ഇംഗ്ലീഷൊക്കെ പറയുന്ന ആളാ. ഇംഗ്ലീഷ് പറയും. നമ്മുടെ എന്തോ ചെയ്തു? ചേട്ടാ നമസ്കാരം. എന്താ രാവിലെ പരിപാടി? രാവിലെ കൃഷിപ്പണിയായിരുന്നു. അതുകൊണ്ട് വെള്ളം ചായ കുടിക്കാൻ വേണ്ടി. വാഴയുണ്ട്, പച്ചക്കറിയുണ്ട്, എല്ലാം ഉണ്ട്. ഈ ചൂട് പ്രശ്നമാണോ? ചൂട് വൺ പ്രശ്നമാണ്. ആണല്ലേ? സലാഡൊക്കെ ഇട്ടതെല്ലാം കരിഞ്ഞു കിടക്കാം. സലാഡ് വെള്ളരി, സലാഡ് ഈ പൊക്കമായി, പിഞ്ച് ആരംഭം എല്ലാം പോയി. എന്താണ് ഇത്തവണ മത്സരത്തിന്റെ ഒരു ചൂട് എങ്ങനെയാണ് ചിത്രം? നമ്മളെ പാർട്ടി ജയിച്ചു പോവുകയാണെങ്കിൽ പൊരുതി സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിധങ്ങൾ കൃത്യമായി വാങ്ങിക്കൊടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പന്നിയൻ രവീന്ദ്രൻ സാധ്യതയുണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷേ ശശി തരൂർ ശക്തനല്ലേ? അങ്ങേര് ശക്തനാണെങ്കിലും ഇവിടെ നമ്മളെ സംസ്ഥാനത്തിന് ശ്രദ്ധിച്ചോ? തീരദേശ പ്രദേശങ്ങളെ ശ്രദ്ധിച്ചോ? തിരിഞ്ഞോക്കിയില്ലേ? സാധാരണ ജനങ്ങളെ ശ്രദ്ധിച്ചോ? അങ്ങേര് വരും, അങ്ങേര് എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങേരെ ആളുകളെ സംരക്ഷിക്കും, അങ്ങ് പോകും. അതിലേക്ക് കൂടുതൽ വേറെ വല്ലതും. മോഡി ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു തിരഞ്ഞെടുപ്പേ കാണൂല. പിന്നെ ഈ ഗ്യാസിൻ്റെയൊക്കെ വില അതും ഇതൊക്കെ കൂട്ടിയപ്പോഴേ കോൺഗ്രസ്സുകാർ കൂട്ടിയപ്പോൾ കാളവണ്ടി ഒക്കെ കെട്ടി സമരം നടത്തിയവരാണ് അവർ. ഞാൻ വന്നു കഴിഞ്ഞാൽ 50 രൂപ പെട്രോളിനാകും. പിന്നെ ഈ കർഷക ദ്രോഹ നടപടിയായി 3 ബില്ലുകളൊക്കെ അവതരിപ്പിച്ചു. അതിനെതിരെ ഹരിയാനയിൽ അവർ സമരമൊക്കെ നടത്തി. അതെല്ലാം ഇപ്പം മോഡിക്ക് ഈ ഇന്ത്യ മുന്നണിയായി മോഡിക്ക് ഒരു ചെറിയ എതിരായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഈ കോൺഗ്രസിന്റെ പ്രസക്തി എന്താ ശരിക്കും? കോൺഗ്രസ് ഇതെല്ലാം തീർന്നു. ഇനിയിപ്പോൾ തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് 1-2 സ്ഥലത്തല്ലേ ഉള്ളൂ. കോൺഗ്രസ് ഒന്നും ഇനി കളിച്ചില്ല. അവരിപ്പോഴും അവരെ വിചാരം അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. സാധാരണക്കാരൻ്റെ ഒരു കാൻഡിഡേറ്റ് എന്ന് നമ്മളെ ബന്ധം തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ശശി തരൂർ 3 വർഷം ഇവിടെ ജയിച്ചു പോയി എങ്കിലും സാധാരണക്കാരന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. സാധാരണക്കാർ മനുഷ്യന് അടുത്തെത്താവുന്ന ഒരാളാണോ ശശി തരൂർ? അല്ല, അദ്ദേഹം ഈ കോർപ്പറേറ്റുകളുടെ ഒരു ഭാഗം കൂടിയാണ്. അതിന് യാതൊരു മാറ്റമില്ല. അത് പോയിട്ട് നമ്മളെ
രാജുവിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അയാൾ കോടീശ്വരനാണ്. പക്ഷേ അവർക്ക് ഈ 638 രൂപ ടാക്സ് അടക്കേണ്ടതുള്ളൂ. സത്യവാങ്മൂലമൊക്കെ കണ്ടില്ലായിരുന്നു. വളരെ പാവപ്പെട്ടൊരു കോടീശ്വരനാണ്. പാവപ്പെട്ട ഒരു കോടീശ്വരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മൾ ഈ മിന്നാമിന്നി പോലെ കാണുന്നതല്ലാതെ ഈ ഇറച്ച സമയത്ത് കൂടെ വന്നതല്ലാതെ ഇങ്ങനെ കൊണ്ട് ഇതിനു മുമ്പ് എന്തെങ്കിലും പരിചയമുണ്ടോ തിരുവനന്തപുരത്ത്? ഒരു പരിചയമില്ല. വഴി തടഞ്ഞിട്ട് ചോദിക്കാം. ചേച്ചി എങ്ങോട്ടാണ് രണ്ടുപേരും രാവിലെ നടക്കാറങ്ങിയാണോ? നടക്കാൻ ഇറങ്ങി ഞങ്ങൾ ഇനിയിപ്പോൾ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകാൻ വേണ്ടി. അമ്പലത്തിലോട്ട് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ നടക്കാൻ വരാറുണ്ടോ? വരാറുണ്ട്. അടിപൊളിയാണോ ഇവിടെ? ആ പൊതുവെ ആളുകളൊക്കെ വരുന്നൊക്കെ ഉണ്ടോ? അല്ല, പിന്നെ ടൂറിസ്റ്റ് മേഖല പോലെയല്ലേ ഇപ്പൊ ഇവിടെ. പഴയ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ ഇവിടെ വരുമ്പോ പാട്ട് പാടാൻ തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെയും തോന്നില്ല. ആ ടാലന്റ് ഇല്ലല്ലോ നമുക്ക് എന്തായാലും. പാട്ട് പാടേണ്ട ടാലന്റ് ഇല്ല എന്നാണ്. ഇല്ല, ഒരിക്കലും ഇല്ല അതൊന്നും. അപ്പൊ അത് പോട്ടെ, ഇവിടെ പാട്ടും പാടി തിരുവനന്തപുരത്ത് ആരാ ജയിക്കുക? നമ്മുടെ പന്നിയൻ രവീന്ദ്രൻ ജയിക്കും. അതിന് അത്ര ഉറപ്പ്? അത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇടയിൽ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു സഹാവ നിലയ്ക്ക് പന്നിയൻ ജയിക്കും. നമുക്ക് അടുത്ത ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ എന്തായാലും അവർ നമ്മുടെ അടുത്തുള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈ ശശി തരൂരിലേക്ക് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ജയിച്ചു പോയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഇടയിലൊന്നും കാണാറേ ഇല്ല. കിരീടം പാലത്തിന്റെ വൈബ് കണ്ടില്ലേ? വൈബ് കണ്ടു. ഒരു വാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എങ്ങോ മറഞ്ഞു. അതും പാടി മോഹൻലാൽ നടന്ന വഴിയിലൂടെ നമ്മൾ നടന്നപ്പോൾ പക്ഷെ കേട്ടതൊക്കെ വളരെ ശക്തമായ വാക്കുകളാണ്. ആരുടെ വാക്കാണ് തിരുവനന്തപുരം കേൾക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ഇനി അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് ഇത് കിരീടം പാലത്തിലെ വർത്തമാനം നിർത്തി മറ്റു ഇടങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ചായക്കടകളും ഒരുവിധം കയറി വരുന്നുണ്ട് അല്ലേ? ഞങ്ങള് പാറശാലയിലുള്ള 2 രൂപ കട, പഴയ 2 രൂപ കട. കുറച്ച് നാളുകൾക്ക് മുമ്പ്, 5-6 മാസം മുമ്പ് വരെ 2 രൂപയ്ക്ക് ദോശയും 2 രൂപയ്ക്ക് വടയും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ചേട്ടൻ തന്നെ പറഞ്ഞു ഇപ്പൊ 5 രൂപ. ഇപ്പൊ 5 രൂപയായി. കാരണം ഇച്ചിരി വിലയൊക്കെ കൂടിയപ്പോ 5 രൂപ. എന്നാലും 5 രൂപക്ക് ഇപ്പൊ കിട്ടാന്ന് പറയുന്നത് വിറകടുപ്പാണ്, സ്വന്തമായി ചെയ്യണമാണ്. ജോലിക്ക് കൂടുതൽ ആളുകളില്ല, വെച്ചു കൊടുക്കുകയാണ്. വിറകടുപ്പിലൊക്കെയാണ് ഇവിടെ സിറ്റിയിലെ ആളുകളൊക്കെയാണ് കൂടുതൽ. അല്ല, നമ്മൾ ഇവിടെ വന്നപ്പോ കേട്ടിരുന്ന ആളുകൾ ഇങ്ങനെ 2 രൂപ കടയെ കുറിച്ച് പറയുന്നത്. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. എന്താണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നല്ല ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ 15 വർഷമായി നമ്മുടെ നിലവിലുള്ള MP ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാറശാല മണ്ഡലത്തിൽ ഈ 15 വർഷം കൊണ്ട് ഒരു വികസന പ്രവർത്തനം നടത്തി. പന്നിയൻ രവീന്ദ്രൻ എങ്ങനെ ഉണ്ടാള്? പന്നിയൻ രവീന്ദ്രൻ 2 കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഇടയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസ് ഇല്ല, കോർപ്പറേറ്റ് പിൻബലമില്ല, പിന്നെ ബോണ്ടിന്റെ പിൻബലമില്ല. അയാൾക്കുള്ള പിൻബലം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടോ തിരുവനന്തപുരം? ത്രികോണ മത്സരം തന്നെയാണ്. ശശി തരൂർ എങ്ങനെയുണ്ട് കഴിഞ്ഞ MP എന്ന നിലയിൽ? 15 വർഷമായിട്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു MP ആയിരുന്നു. പന്നിന്റെ വീടിന് മുന്നേ ഇവിടെ MP ആയിരുന്ന ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഇപ്പോൾ ഉള്ള തരൂരിന്റെ പ്രവർത്തനവും ഓർമ്മിച്ചെടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. അദ്ദേഹം 3.5 വർഷം ഇവിടെ MP ആയിരുന്നു. ആ കാലഘട്ടത്ത് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടാ, കഴിക്കുന്നതിനിടയിൽ ശല്യപ്പെടുത്തുവാണ്, എന്നാലും കുഴപ്പമില്ല. തീർച്ചയായും ശല്യമല്ല, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആണല്ലേ? എങ്ങനെയുണ്ട് ദോശ? എങ്ങനെയുണ്ട് ദോശ? തെരഞ്ഞെടുപ്പിന് പറ്റിയ ദോശയാണ്. അത്ര ചൂടുള്ള ദോശയാണ്. നല്ല ചമ്മന്തി, എരിവും പുളിയും എല്ലാം ഉണ്ട്. എല്ലാ എരിവും പുളിയൊക്കെ ഉണ്ട്. ഈ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെയാണോ? എരിവും പുളിയും ഒക്കെ നല്ല കൃത്യമായി ചേർന്നിട്ടുണ്ടോ? അത് കഴിക്കുന്നത് നമുക്കുള്ള എരിവും പുളിയുമാണോ അതോ അതിന്റെ എരിവും പുളിയുമാണോ എന്ന് അറിഞ്ഞു. എന്തായാലും സംഭവം സ്ട്രോങ് ആണ്. എന്താ ഒരു സാധ്യത ഇപ്പൊ കാണുന്നത്? സാധ്യത ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് സാധ്യത. അതെന്താ അങ്ങനെ ഒരു? ഞാനൊരു കലാകാരൻ. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പിണറായി ഗവൺമെന്റിന് പിൻബലം കൊടുക്കാൻ ഇപ്പോൾ പന്നിയനല്ല ആര് നിന്നാലും അവരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു 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 ഇത്. പന്നിയന് ജനറൽ പൊളിറ്റീഷ്യൻ, ഫ്രോഡല്ല, മൈഗ്രേറ്റർ അല്ല, നമ്മുടെ ലോക്കലാണ്. ഒരു കഷ്ണം പുട്ടും നിന്ന് രാവിലെ ഇറങ്ങുന്ന ഒരു പാവം ഒരു ഉണക്ക മനുഷ്യനാണ്. മറ്റവരങ്ങനെയല്ല, അവരെല്ലാവരും കുർത്താവാലാവാനാണ്, രാജകുമാരന്മാരാണ്. കുർത്തയിട്ട് ഷോളൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഇവന്റ് മാനേജ്മെന്റിൽ ഇറങ്ങി ജനങ്ങളെ കബളിപ്പിക്കാൻ നടക്കുന്നവരാണ്. പക്ഷേ പന്നിയനെങ്ങനെ ഈ സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും വലിയ ആനുകൂല്യം ഉണ്ടായിരുന്നതാണ് ട്രെയിനിൽ.
50 വയസ്സ് 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും അതുപോലെ 60 വയസ്സിനുള്ള മുകളിലുള്ള സ്ത്രീകൾക്കും കൺസെഷൻ ഉണ്ടായിരുന്നു റെയിൽവേയിൽ. ആ കൺസെഷൻ കൊറോണ കാലഘട്ടത്തിൽ BJP ഗവൺമെൻറ് നിർത്തലാക്കി. അതൊരു വലിയ ഒരു ബുദ്ധിമുട്ടായി മാറി എന്നുള്ളത് പുനഃസ്ഥാപിച്ചിട്ടുമില്ല, ഇന്നേ വരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കും. ഞാൻ ഭൂരിപക്ഷം കൂടെ പറയാം. 42,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 42,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പന്നിയിൽ ജയിക്കുന്നു. അത്ര സ്വീകാര്യത കിട്ടുന്നുണ്ടോ? സ്വീകാര്യത ഉണ്ട്. കാര്യം ജനകീയനാണല്ലോ. സാധാരണ കാര്യം അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് 2 പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ട്. പാറശാല റെയിൽവേയുടെ സ്റ്റേഷനും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ശിവദൻ സ്മാരകത്തിൽ ഒരു ബക്കറ്റും എടുത്ത് തലയിൽ എണ്ണയും തെച്ച് കുളിക്കാൻ പോകും. അത്ര സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റവരെ നമുക്ക് കാണാൻ പറ്റൂ. എങ്ങനെയാണ് ഇവിടെ ഒരു സാധ്യത ഒക്കെ കാണുന്നത്? ആരെയും ഇഷ്ടം? കോൺഗ്രസ് ആണ്. ശശി തരൂർ ജയിക്കോ? ആ എന്ന് പറയുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു MP? കുഴപ്പമില്ല. അപ്പോൾ ഇറങ്ങിയാലോ? ഇറങ്ങാല്ലേ? അപ്പോൾ ആ ദോശ മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയവും നല്ല ടേസ്റ്റുള്ള രാഷ്ട്രീയമാണ്. നല്ല ചൂട് പിടിച്ച രാഷ്ട്രീയം. അതെ ചേട്ടാ, ഞങ്ങൾ പോയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് ചായ കുടിക്കണോ? ചായ കുടിക്കാം അല്ലേ? അന്നൊരു ചായ കുടിക്കാം. ഇനി പാറശാലയിലെ ചായ മാത്രമേ കുടിക്കാം. അപ്പൊ ശരി, ചായ കുടിച്ചിട്ട് 10 ചായ. ഇതിൽ ഏത് ചായ ഞങ്ങൾക്ക് തരുന്നേ? ഏത് ചായ ഞങ്ങൾക്ക് തരാം? ഏത് ചായ ഞങ്ങൾക്ക് തരുന്നത്? ഏത് ചായ? ചായ വേണോ അത് ഒരു സ്പെഷ്യൽ ചായ തരാൻ പറ. ഏതാ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള? ഏതാ? ചുക്ക് കാപ്പി. ആയിക്കോട്ടെ, അതാകും അല്ലേ? എന്നാ ചുക്ക് കാപ്പി കൊണ്ടേ 2 ചുക്ക് കാപ്പി. അങ്ങനെ ബോട്ട് ആൻഡ് വീൽസിന്റെ യാത്ര അതിന്റെ അവസാന സമയങ്ങളിലേക്ക് കടക്കുകയാണ്. പോകുമ്പോൾ പാളയത്തെത്തി. അതെ, തിരുവനന്തപുരത്തിന്റെ ഹൃദയമായ പാളയം മാർക്കറ്റിലേക്കാണ് യാത്ര. നമുക്ക് നോക്കാം പാളയം മാർക്കറ്റ് എങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ? അമ്മ നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ആണോ? അത്യാവശ്യം പൂക്കളൊക്കെ പോകുന്നുണ്ട്. എവിടുന്നാ വരുന്നേ? തോവാളയെന്നാ. രാവിലെ എപ്പോൾ തുടങ്ങും? 6 മണിക്ക്. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും? 7:30 വരെ. പിന്നെ ഞങ്ങൾ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാ. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് പൊതുവെ? വരുമോ? എന്താ അങ്ങനെ വരുമെന്നൊരു ആഗ്രഹം? പന്നിൻ രവീന്ദ്രന്റെ അത്ര ഇഷ്ടമാണോ? സാധാരണക്കാരുടെ കൂടെ ഉണ്ടാവും തോന്നുന്നുണ്ടോ? അപ്പൊ ശശി തരൂരോ? അതൊന്നും പറയില്ല. ഇതിന്റെ മാല കെട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ഒരു ദിവസം എത്ര മാല വരെ കെട്ടും? നല്ല മാലയൊക്കെ ആണല്ലേ? എന്തൊക്കെ പൂവാ പ്രധാനമായിട്ട് വരുന്നത്? പൂക്കള് അരളി, കാന്തി, റോസ്, മുല്ല, പിച്ചി, അങ്ങനെയുള്ള എല്ലാ ഐറ്റം വരും. അത്യാവശ്യം കച്ചവടം ഉണ്ടോ? അത്യാവശ്യം കച്ചവടം. എങ്ങനെ പോകുന്നു ഇലക്ഷനൊക്കെ? ഇലക്ഷനൊക്കെ നല്ല ചൂട് പിടിച്ച് പോകുന്നുണ്ട്. ആ ചൂടിനിടയിൽ എന്താ തോന്നുന്നത്? തിരുവനന്തപുരത്തിന്റെ ഒരു സാധ്യത എന്താ? എന്റെ മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലാണ്. അപ്പൊ ആറ്റിങ്ങൽ എങ്ങനെയാണ്? ആറ്റിങ്ങൽ മണ്ഡലം ഞങ്ങൾക്ക് അവിടെ ഇപ്പം ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് വി ജോയി ആണ്. വെറൈറ്റി പഴങ്ങൾ. എന്തൊക്കെ പഴങ്ങളാണ്? കദളിപ്പഴം, അണ്ണാമ്പഴം. തിരുവനന്തപുരത്തൊക്കെ മാത്രം കാണുന്ന തരം പുതിയൊരു സാധനമാണ് അണ്ണാമ്പഴം അല്ലേ? കച്ചവടമൊക്കെ അത്യാവശ്യം കുറവാണ്. ചൂടൊക്കെ പ്രശ്നം. തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്? എന്താ തോന്നുന്നേ? പന്നിയൻ രവീന്ദ്രൻ ജയിക്കണമെന്നാണ്. എന്താ അങ്ങനെ തോന്നുന്നേ? രവീന്ദ്രനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരെ കൂടെ നിൽക്കുന്നത്. ഈ മറ്റവരൊക്കെ വലിയ കാശുകാരാണ്. അവരങ്ങനെ വന്ന് നിൽക്കുന്ന ഇതുവരെ കേട്ടിട്ടില്ല. ഈ ശശി തരൂരിനെ കുറിച്ച് എന്താ അഭിപ്രായം? തരൂരൊന്നും അധികം അങ്ങനെ സാധാരണക്കാരുടെ കയ്യിൽ വരക്കൊന്നും ഇല്ലല്ലോ. ഇങ്ങോട്ടൊക്കെ വന്നിരുന്നു? ഇവിടെ റോഡ് വഴി പോയത് തന്നെ. പിന്നെ അല്ലാതെ കണ്ടിട്ടില്ല. ഇവിടെ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട്, ഒരു 10-15 വർഷത്തോളമായി ടൈമായിട്ട് ഇപ്പം നമ്മുടെ ശശി തരൂരല്ലേ ജയിച്ചു വരുന്നത്. പുള്ളി ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ ഹൈമാക്സ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഗതിയായി. അത് പൊട്ടി വീണോ? അതെ, ലൈറ്റ് കാണാനില്ല. അത് ഇവിടെ വെച്ചതാണ്. ഇത് മാത്രമാണ് നമ്മുടെ സിറ്റിയിലെ വികസനം എന്ന് തോന്നരുത്. അതല്ല വികസനം. അല്ലേ, അതല്ല വികസനം. ബാഴ്സലോണയൊക്കെ ആക്കുന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ബാഴ്സലോണ ഇരട്ട നഗരം പദ്ധതി. ബാഴ്സലോണ എന്ന് പറഞ്ഞ ഫുട്ബോൾ ടീമുണ്ട്, അതറിയാം. അതാണോ ഉദ്ദേശിച്ചത്? അതുപോലെ തിരുവനന്തപുരത്ത് ആക്കും എന്നാണ് ശശി അതെ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി വയ്ക്കുമെന്നായിരിക്കും പറഞ്ഞത്. ചേട്ടൻ തഗ്ഗാണ്. അപ്പം എന്താ പറയുന്നത്? ഇത്തവണ അങ്ങനെയാണ് തിരുവനന്തപുരത്തിന് മാറ്റം വേണമെന്നാണ് പറയുന്നത്. മാറ്റം ഉറപ്പായിട്ട് വേണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ മാറ്റം കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നല്ല മാറ്റം വേണം. ഹൈടെക് ആയിട്ടുള്ളൊരു മാറ്റം ഇവിടെ ഉണ്ടാവേണ്ട അനിവാര്യമാണ്.
അല്ലാതെ വീണ്ടും ഈ ഗുജറാത്ത് പോലെയോ മറ്റ് രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ പോലെയോ ആൾക്കാർ വളരെ നരകി ജീവിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരരുത്. ഇവിടെ ത്രികോണ മത്സരം സാധ്യതയുണ്ടോ? BJPക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ തിരുവനന്തപുരത്ത്? BJPക്ക് നോർത്ത് ഇന്ത്യയിലോട്ട് സാധ്യത ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇച്ചിരി പാടാണ്. അതെ. കേന്ദ്രമന്ത്രിയൊക്കെയാണ് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി മത്സരിച്ചാൽ ഇത് തന്നെയാണ്. ശശി തരൂർ എന്തായാലും അനുകൂലമല്ല. കാരണം ഈ 15 വർഷം കിട്ടിയിട്ട് അതിൻ്റെ വികസനം ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. പുള്ളി ആദ്യം വന്നപ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു. ഭയങ്കര ഹൈപ്പെന്ന് പറഞ്ഞാൽ ഗംഭീര ഹൈപ്പായിരുന്നു. അതാണ് ഇതാണ് എല്ലാം ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട നഗരം വരും. ഒന്ന് ഇത് തന്നെ ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം. ഇതേപോലത്തെ കുറേ വികസനങ്ങൾ ഒന്നും എന്താണ് വലിയൊരു വികസനം വന്നിട്ടില്ല. LDF വരണം, പന്ന്യൻ രവീന്ദ്രൻ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആര് വന്നാലും ഒരു വികസനം ഉണ്ടാവണം, വർഗീയത തൊലയണം. വർഗീയത തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സംസ്ഥാനമാണെങ്കിലും രക്ഷപ്പെടും. വർഗീയതയാണ് മെയിൻ. വർഗീയത ഉള്ളിടത്ത് ഒരു വികസനം ഉണ്ടാവില്ല. ജനം എന്നും അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയാണ്. വർഗീയത തൊലയണം. ഉത്തര മുതലാളിമാർക്ക് നേട്ടമുണ്ട്. അദാനി അംബാനിയും പോലുള്ളവർ. സാധാരണക്കാർക്ക് ഒരു ഗുണമില്ല. ഈ പന്ന്യൻ ജയിച്ചു വന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാവും. പന്ന്യത്തിന് ജയിച്ചു വന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇടതുപക്ഷത്തിൻ്റെ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം അല്ലാതെ വേറെ ആര് ജയിച്ചു വന്നാലും ഇപ്പോൾ കോർപ്പറേറ്റ് കംപ്ലീറ്റ് തീരെ കൊടുത്തു. ഈ സാധാരണക്കാരൻ്റെ അദാനി അംബാനിയെ പോലുള്ളവർ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് അവർ പറയണം, അതേപോലെ നമ്മൾ ജീവിക്കേണ്ടി വരും. തിരുവനന്തപുരത്തിൻ്റെ പാളയം മാർക്കറ്റിനകത്ത് വിശേഷങ്ങളും തൽക്കാലം അവസാനിപ്പിക്കാം. ഇനി ബാക്കിയുണ്ട്, സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. കൂടി പോകേണ്ട. അതെ, ബാ. തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫാണ് മാനവീയം വീതി. അതെ, ബോട്ട് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മാനവീയം വീതി വരാതെ പോകാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ടല്ലേ? ഞാൻ ഇവിടെ ഇരിക്കാം. അപ്പൊ ഞാനിവിടെ ഇരിക്കും. അവരുടെ ഇടയ്ക്കിരിക്കും. ഇവരെ നടുവിലിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും വന്ന് ഇവിടെ ഇരിക്കുന്ന ആളാണോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. കൂടുതലും നമ്മള് സുഹൃത്തുക്കൾ പലപ്പോഴും വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. നിങ്ങളുടെ സ്ഥിരം സ്ഥലമാണോ ഇത്? ഈ ഇരിക്കുന്ന പോയിന്റ് ഈ പോയിന്റിലാണ് ഇരിക്കുന്നത്. ഈ പോയിന്റ് വിട്ടൊരു കളിയില്ല. അല്ല, ഒരു ദിവസം വരുമ്പോൾ വേറെ ആരെങ്കിലും കയറി ഇരുന്നാലോ? നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അസൂയാണ് ഇങ്ങനെ ഒരു കേന്ദ്രം ഇല്ലാത്തതിൽ. ഉറപ്പായിട്ടും അസൂയാണ്. എന്താ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അല്ല, പൊതുവേ മാനവീയം ഇപ്പം പലരും മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എറണാകുളത്ത് നിന്ന് വരെ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ വന്നു. അതായത് എറണാകുളത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ കേരള സർക്കാർ 4 കോടി രൂപ ചിലവാക്കി ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നതിൽ വളരെ മികച്ച പ്രതികരണമാണ്. നമുക്ക് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞാലോ? തീർച്ചയായും ഈ എൻജോയ്മെന്റിന്റെ ഇടയിൽ നമ്മൾ രാഷ്ട്രീയം കൂടി എൻജോയ് ചെയ്യാം. കുറച്ച് കൂട്ടുവച്ചോളം നടത്താം. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ഉഷാറല്ലേ? എല്ലായിടത്തും സജീവമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഇലക്ഷൻ പ്രവർത്തനവും ഒക്കെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എങ്ങനെയാ വൈബ് എങ്ങനെയാ? തിരുവനന്തപുരത്ത് 3 സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും പന്ന്യന്റെ വിജയം ഉറപ്പാണെന്നുള്ള രീതിയിലാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് അങ്ങനെ വരാൻ കാരണം സാധാരണക്കാരനാണ്. മറ്റു സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകുന്നതിനേക്കാളും പന്ന്യൻ എത്തിക്കഴിഞ്ഞാൽ പാർലമെന്റിൽ എന്തെങ്കിലും ഒരു ഇളക്കമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതുപോലെ 19 പേരുണ്ടായിട്ടും യാതൊരുവിധ ഗുണവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ചോദിക്കട്ടെ, ശശി തരൂർ വിശ്വപൗരനാണെന്ന് പറയപ്പെടുന്ന ആള്, വലിയ പാണ്ഡിത്യമുണ്ടെന്ന് പറയപ്പെടുന്ന ആളാണ്. അങ്ങനെ ഒരാൾ നിൽക്കുമ്പോഴോ? അതെ, 15 വർഷം ഉണ്ടായിട്ട് ഈ വിശ്വപൗരനെ കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് കാര്യം. ബാഴ്സലോണ പോലുള്ള നഗരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഒരു വികസനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒരു കാര്യവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാനവീയം വീതിയിൽ ഒരു ടോയ്ലറ്റ് പോലും വെച്ച് തരാത്ത ഒരു MP ആണ് നമുക്കുള്ളത്. പുള്ളി ഇലക്ഷൻ സമയത്ത് വരുന്നുണ്ട്. ഇലക്ഷൻ സമയത്ത് മാത്രം കണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു സംവിധാനം. അതെ, തീർച്ചയായിട്ടും. പുള്ളി UAE ഇരുന്ന് എന്തോ കമ്പ്യൂട്ടർ വഴിയൊക്കെയാണ് തിരുവനന്തപുരത്ത് നിയന്ത്രിക്കുന്നത്. MP എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോഡിൽ ഇറങ്ങി നടക്കേണ്ട ആളല്ല, ഡൽഹി പാർലമെന്റിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. പക്ഷേ പുള്ളി ചെയ്തതിന് എന്തെങ്കിലും ഒരു 10 പോയിന്റ്സ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ശശി തരൂർ നോട്ട് ചെയ്യാൻ റെഡിയാണ്. ഈ 15 വർഷത്തിനിടെ ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്ത 10 കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ ഒരു ഓട്ടാണ്. കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കുന്ന ഒരു ഓട്ടാണ്. 26-ാം തീയതിക്ക് മുൻപേ സമയമുണ്ട്. 10 പോയിന്റ്സ് ചേട്ടന് പറഞ്ഞു കൊടുത്തത്. ചേട്ടൻ മാനവീയം വീതിയിൽ വൈകുന്നേരം എല്ലാ ദിവസവും ഉണ്ടാവും. 10 പോയിന്റ്സ്. അതായത് തിരുവനന്തപുരത്തിന്റെ MP തിരുവനന്തപുരത്തിന് വേണ്ടി സ്വന്തമായിട്ട് ചെയ്ത 10 കാര്യങ്ങൾ. അല്ല, കേരള സർക്കാർ ചെയ്ത പല പ്രോജക്റ്റിനെ എടുത്ത് ഞാൻ ചെയ്തതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വരണ്ട. അല്ല, തീർച്ചയായിട്ടും അറിയാം. ഇത്തവണ എന്തായാലും കേരളത്തിൽ ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടാവും. ഇവിടെ എന്താ ചേട്ടൻ്റെ അഭിപ്രായം? ട്രിവാൻഡ്രത്ത് കോൺഗ്രസ്സുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്ന്യൻ ചേട്ടൻ സൂപ്പറായിട്ട് ജയിക്കും.
കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്നി രവീന്ദ്ര സഖാവ് സൂപ്പറായിട്ട് അവിടെ ജയിക്കും. അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ അവർ ക്രോസ് വോട്ട് ചെയ്യും. ശ്രദ്ധിക്കണം, അതെ, വളരെ ശ്രദ്ധിക്കണം. ഫോർമുലയാണ്. അല്ല, ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പന്നിൻ സാർ തന്നെയായിരിക്കും ജയിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നുന്നത്? എന്ന് വെച്ചാൽ ആള് വളരെ സിമ്പിൾ ആണ്. ആൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി. നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആയ ഒരു ആളാണോ? അതെ അതെ അതെ, വളരെ സിമ്പിൾ ആണ്. എല്ലായിടത്തും വളരെ കാര്യമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ തന്നെ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? അതെ. അപ്പൊ മാനവീയത്തിന്റെ ഒരു വൈബാണ് നമ്മൾ കണ്ടത് അല്ലേ? മാനവീയത്തിന്റെ ഈ വൈബ് കണ്ടുകൊണ്ട് നമുക്ക് പോയാലോ? അപ്പൊ ശരി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നു. അതെ, പാതിരാത്രി വരെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഇവിടെ ഇനിയിപ്പോ കുറച്ചുകൂടി സംഗീത സാന്ദ്രവും അങ്ങനെ ഒരുപാട് മ്യൂസിക്കൽ ഇവന്റ്സും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ ഇവർ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ വരട്ടെ, ആഘോഷിക്കട്ടെ അല്ലേ? തീർച്ചയായും. അപ്പൊ ഇവിടുന്ന് പോവാം. അപ്പൊ ഓക്കെ, അപ്പൊ ശരി, കാണാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ 26 ദിവസം നീണ്ട ഒരു യാത്രയ്ക്ക് അവസാനമാവുകയാണ്. സംഭവ ബഹുലമായ യാത്രയാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. 20 മണ്ഡലങ്ങൾ, എത്രയോ മനുഷ്യരെ കണ്ടു, എത്രയോ അഭിപ്രായങ്ങൾ കേട്ടു, അറിഞ്ഞു. അതെ, കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എങ്ങനെയെന്ന് അറിയുകയായിരുന്നു ഞങ്ങളുടെ. എന്താണ് ജനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളതെന്ന് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി എന്നുള്ളത്. അതെ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ഒരു പക്ഷേ മതേതരത്വം എന്നതായിരിക്കും. അല്ലേ? എല്ലാവരും ഒരുമിച്ച് വാഴുന്ന ഒരു കേരളത്തിന് വോട്ട് ചെയ്യണം. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവർക്ക് കേരളത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇടമില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുന്നത് എന്നുള്ളത്. എവിടെയുള്ളത്? പാളയത്താണ്. തിരുവനന്തപുരത്ത് പാളയത്ത് നിന്ന് വോട്ട് ഓൺ വീൽസ് സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അല്ലേ? നമ്മുടെ മതേതരത്വത്തിന്റെ മറ്റൊരു ചിഹ്നമായി തിരുവനന്തപുരത്ത് പാളയത്ത് 3 മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ്. ഇതാണ് കേരളം, ഇതാണ് കേരളം എന്ന അഭിപ്രായമാണ് ഈ യാത്രയിലുടനീളം നമ്മോട് എല്ലാവരും പങ്കുവെച്ചത്. ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വോട്ട് ഓൺ വീൽസിന്റെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരവസരത്തിൽ കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. ബൈ.